നമ്മളിപ്പോൾ കറന്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ അപ്ഗ്രേഡ് ചെയ്യണം തോന്നുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു വേർഷനിലേക്ക് മാറണം തോന്നുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഫോൺ സെയിൽ ചെയ്യും അല്ലെങ്കിൽ അതിനെ എക്സ്ചേഞ്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് അടങ്ങിയ ഒരു ഡിവൈസാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഒരു ഹാക്കർക്ക് അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാൾക്ക് അതിനകത്തുള്ള ഡാറ്റാസൊക്കെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ റിക്കവർ ചെയ്യാണ്ടിരിക്കണേ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ അത് അറിയുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോൺ റീസ്റ്റോർ ചെയ്യാന്നുള്ളതായിരിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസും ഡാറ്റാസും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അതായത് നമ്മൾ റീസ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എത്രയാണോ അത്രയും സ്റ്റോറേജിലേക്ക് ആവശ്യമായ ഡാറ്റാസ് നമ്മൾ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൂവീസ് ഡൗൺലോഡ് ചെയ്തിട്ടോ ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ ഡാറ്റയും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫോൺ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുകയോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ റിക്കവർ ചെയ്തെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട്